കിറ്റെക്സ് ഗ്രൂപ്പിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് കിറ്റെക്സ് ഗ്രൂപ്പ്. കിറ്റെക്സ് ഗ്രൂപ്പിന്റെ ചെയർമാൻ സാബു എം ജേക്കബ്. അദ്ദേഹം ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ എന്താ പറയുക സംരംഭം ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. കേരളത്തിൽ നിന്ന് അദ്ദേഹത്തെ ഓടിച്ചു വിടുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ചില രാഷ്ട്രീയ പ്രേരിതമായി ചിലർ അദ്ദേഹത്തോട് കാണിച്ച ചില ക്രൂരതകൾ, അതിന്റെ ഫലമായി കേരളത്തിൽ അദ്ദേഹത്തിന് സ്ഥാപനം നടത്താൻ കഴിയാതെ അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറിയ ഒരു കാഴ്ചയൊക്കെ കണ്ടു. പക്ഷേ ഇന്ത്യയ്ക്ക് ഒരു ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ ഒന്ന് തളരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയെ തളർത്താൻ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ തങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം എന്താണ് അത് ചെയ്യാൻ മുന്നിട്ട് നിൽക്കുന്നവരാണ് എപ്പോഴും രാജ്യസ്നേഹികൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരാൾ തന്നെയാണ് സാബു എം ജേക്കബ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ രാജ്യത്തെ വലിയ രീതിയിൽ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹം കിഴക്കമ്പലം പഞ്ചായത്തിലൊക്കെ നമ്മൾ ചെന്നാൽ അവിടെ നടത്തുന്ന കാര്യങ്ങൾ 2020യുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ട് അതിശയിച്ചു പോകും എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോ ട്രംപിനാണ് കിറ്റെക്സ് സാബു മുട്ടം പണി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കമ്പനിയാണ് കിറ്റെക്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ സ്ഥാപനം ഈ കിറ്റെക്സിന്റെ ഒരു സ്ഥാപനം അവിടെ ഉണ്ട്. അത് ലിറ്റിൽ സ്റ്റാർ എന്നാണ് അതിന്റെ പേര്. കൊച്ചു കുട്ടികൾക്കുള്ള, അതായത് നവജാത ശിശുക്കൾക്കുള്ള തുണികൾ, നവജാത ശിശുക്കൾക്ക് തുടങ്ങി കുട്ടികൾക്കുള്ള തുണികൾ വിൽപ്പന നടത്തുന്ന ഒരു സ്റ്റോറാണ് ലിറ്റിൽ സ്റ്റാർ. അത് കേരളത്തിലെ തന്നെ രണ്ടാമത്തെ കമ്പനിയാണത്. ലോകത്തെ തന്നെ രണ്ടാമത്തെ കമ്പനിയാണത്. അപ്പോ അത്തരത്തിൽ വലിയ രീതിയിൽ പ്രചാരമുള്ള ഒരു കമ്പനിയാണ് ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന കിറ്റെക്സ് സാബുവിൻ്റെ. അപ്പോ അവിടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട്, അതായത് നവജാത ശിശുക്കൾ മുതൽ കുട്ടികളുടെ ഡ്രസ്സ് വരെ എന്ന് പറയുമ്പോൾ പിന്നെ ക്വാളിറ്റി നോക്കണം. അവർക്ക് ഈ ഹൈജീനിക്കായ പ്രശ്നങ്ങൾ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡ്രസ്സ് മൂലം അങ്ങനത്തെ ചില അലർജിക് രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി നോക്കി മനസ്സിലാക്കി പഠിച്ച് അത് കൃത്യമായി ചെയ്തുകൊണ്ടാണ് കിറ്റെക്സ് സാബു തന്റെ സംരംഭം വളർത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. എന്താ പറയുക, ക്വാളിറ്റി ബേസ് ആണ് അദ്ദേഹത്തിന്റെ സ്ഥാപനം ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള കാരണം എന്നുള്ളതാണ്. ഇവിടെയാണ് ട്രംപ് പണി കൊടുത്തിരിക്കുന്നത്. വ്യവസായ മേഖലകൾക്കൊക്കെ ഏകദേശം 60% ഇവർ ഈ താരിഫ് കൂട്ടിയിരിക്കുന്നത്. അതായത് ഈ $4.1 മില്യൺ പെട്രോളിയമാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്ക കൊണ്ടുപോകുന്നത്. അതിന് താരിഫ് ഇല്ല എന്നുള്ളൂ, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിന്. മാത്രമല്ല ഈ ഓർഗാനിക് പച്ചക്കറികളൊക്കെ, ജനിതകം വരുത്തിയ പച്ചക്കറികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് 50% താരിഫാണ്. മരുന്നുകൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അമേരിക്കയിലേക്ക്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന ഒന്നിന് താരിഫില്ല. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നതിനെല്ലാം താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ടെക്സ്റ്റൈൽസ് തന്നെ 3 തരം താരിഫാണ്. അതായത് 63%, 59%, 60%. ടെക്സ്റ്റൈൽ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ താരിഫ് ഈ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് കിറ്റെക്സ് സാബുവിന്റെ ഇനി സംരംഭം എങ്ങനെയായിരിക്കും, ഈ ടെക്സ്റ്റൈൽസ് രംഗത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തന്റെ ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന ലോകത്തെ രണ്ടാമത്തെ കമ്പനി, ലോകത്തെ രണ്ടാമത്തെ സംരംഭം, വലിയ കമ്പനി എന്ന ആ ഒരു ലേബലുള്ള ലിറ്റിൽ സ്റ്റാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. 1000 കോടി നിക്ഷേപവുമായി ലിറ്റിൽ സ്റ്റാർ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇന്ത്യക്കാരായ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കണം. കാരണം ഈ ലോകത്തെ രണ്ടാമത്തെ കമ്പനിയായ ലിറ്റിൽ സ്റ്റാർ, അതിൽ നിന്ന് ഡ്രസ്സുകൾ വാങ്ങാൻ പോലും ഒരുപക്ഷെ സാധാരണക്കാർക്ക് അമേരിക്കയിലൊക്കെ പോയി ഇതൊക്കെ വാങ്ങുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. തീർച്ചയായിട്ടും അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു മലയാളിയായ ഒരാൾ ഈ ലോകത്തെ തന്നെ വലിയ രണ്ടാമത്തെ കമ്പനിയുടെ MD ആയിരിക്കുന്നത് ഒരു മലയാളി എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള നമുക്കൊക്കെ അഭിമാനിക്കാനുള്ള ഒരു വക തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിപ്പോ ട്രംപിന് ഈ ഒരു തരത്തിൽ 1000 കോടി നിക്ഷേപവുമായി ലിറ്റിൽ സ്റ്റാർ അല്ലെ കിറ്റെക്സ് സാബുവിന്റെ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ട്രംപിനുള്ള ഒരു മുട്ടം പണി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കേന്ദ്ര സർക്കാർ ഇരു കൈയും നീട്ടി കിറ്റെക്സ് സാബുവിനെ സ്വീകരിക്കും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസായങ്ങളെല്ലാം ഇതിനൊക്കെ വലിയ വില കൂട്ടും. അപ്പൊ ചൈനയ്ക്കും ബ്രസീലിനും ഇന്ത്യക്കുമാണ് ഏറ്റവും കൂടുതൽ വില
താരിഫ് കൂട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർ മറ്റ് വിപണികളെ കാണുമ്പോൾ ഇപ്പോൾ ചൈന അമേരിക്കയെ ഇന്ത്യയെ വലിയ വിപണന കേന്ദ്രമായി കാണുമ്പോൾ 140 കോടി ജനങ്ങളുള്ള ചൈനയും 148 കോടി ജനങ്ങളുള്ള ഇന്ത്യയും തമ്മിൽ ഒന്നിച്ചു നിർന്നാൽ മറ്റ് വിപണികളില്ല. ബാക്കി ഇത് രണ്ടും കുറച്ചിട്ടുള്ളത് 29 കോടി ജനങ്ങളെ ഉള്ളൂ അമേരിക്കയിൽ. അപ്പൊ അമേരിക്ക പറയുകയാണ് നമ്മളോട്, നിങ്ങൾക്ക് എല്ലാത്തിനും താരിഫ് കൂട്ടി നിങ്ങളുടെ വ്യവസായ മേഖലകളെ ഞങ്ങൾ തകർക്കും, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുക, റഷ്യക്ക് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ നൽകുന്ന പണം, പ്രത്യേകിച്ച് ഇന്ത്യ രൂപ ഇനത്തിലാണ് പണം നൽകുന്നത്, അപ്പോൾ ഡോളർ ഇനത്തിലല്ല രൂപയുടെ ഇനത്തിലാണ് ഇന്ത്യ പണം നൽകുന്നത്. അങ്ങനെ ആകുമ്പോൾ മറ്റു രാജ്യങ്ങൾ അവരുടെ കറൻസി ഉപയോഗിച്ചാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ട്രംപ് പറയുന്നിടത്തൊന്നും ഇന്ത്യ നിൽക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ട്രംപ് വിചാരിച്ചു നരേന്ദ്രമോദി മൈ ഫ്രണ്ട് എന്ന് വിളിക്കുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് നരേന്ദ്രമോദി അങ്ങ് ചെല്ലും, ഇത് അയ്യോ കാല് പിടിക്കും, എങ്ങനെയെങ്കിലും ഈ താരിഫ് ഒന്ന് കുറയ്ക്കണം, ഞങ്ങൾ എന്തിനും തയ്യാറാണെന്നൊക്കെ ഉള്ളത്. മോദി കൃത്യമായ മറുപടി പറഞ്ഞു, 1 ഇഞ്ച് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ പിന്നോട്ടില്ല ഇന്ത്യ വച്ച കാല് പിന്നോട്ടെടുക്കുന്ന ഒരു ചരിത്രം ഇന്ത്യക്കില്ല. നമ്മളും നേരത്തെ കണ്ടതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ അരിയും പിന്നെ തുണിത്തരങ്ങളും വരുന്നത് ബംഗ്ലാദേശിലാണ്. ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ, ടെക്സ്റ്റൈൽസ് ഹബ് എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. അപ്പോൾ ഈ തുണിത്തരങ്ങൾക്കൊക്കെ ടെക്സ്റ്റൈൽസ് മേഖലയ്ക്ക് താരിഫ് കൂട്ടുമ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ക്വാളിറ്റി കുറഞ്ഞ വില കുറഞ്ഞ തുണികൾ വാങ്ങാൻ ആളുകൾ പ്രേരിതമാവും, പ്രത്യേകിച്ച് അമേരിക്കയിലുള്ളവരൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശിന് കടത്തിൽ മുങ്ങി പാപ്പരായി നിൽക്കുന്ന ബംഗ്ലാദേശിന് ഏകദേശം 50,000 കോടി രൂപയുടെ ലാഭം ഉണ്ടാകുമെന്നാണ്. മാത്രമല്ല ഈ ബസുമതി അരി ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണ് അമേരിക്ക വാങ്ങുന്നത്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ്. ഈ ബസുമതി അരിക്കും നമ്മുടെ ബസുമതി അരിക്ക് 60% താരിഫാണ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ട്രംപിന്റെ അടിമകളായി നിൽക്കുന്ന പാകിസ്ഥാന് താരിഫില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പാകിസ്ഥാന് താരിഫില്ലാത്തിടത്തോളം കാലം പാകിസ്ഥാനിന് എത്ര അരി വേണമെങ്കിലും അമേരിക്കയിലോട്ട് കയറ്റി അയക്കാം. ഇന്ത്യ സ്വാഭാവികമായും ഇന്ത്യയുടെ അരിയിൽ ഒരു 60% താരിഫോട് കൂടി നമുക്ക് ഇത് കയറ്റി അയക്കാൻ കഴിയില്ല, നമുക്കത് വലിയ നഷ്ടമുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ അതിൽ കുറച്ച് പിന്നോട്ട് വാങ്ങും. ആ സമയത്ത് പാകിസ്ഥാൻ അവിടേക്ക് അരി കയറ്റിവിടാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനും ഏകദേശം 50,000 കോടി രൂപയുടെ ലാഭമുണ്ടാകും. അപ്പോൾ ബംഗ്ലാദേശിനെ പാകിസ്ഥാനെ സംരക്ഷിക്കാനും തനിക്ക് നൊബേൽ സമ്മാനത്തിന് തന്നെ സഹായിച്ച പാകിസ്ഥാനും അസീം മുനീറിനെ സന്തോഷിപ്പിക്കുവാനും വേണ്ടിയിട്ട് ഇന്ത്യക്ക് ഒരു പണി കൊടുക്കണം. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് നമ്മൾ നൽകിയ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ മധ്യസ്ഥത വഹിച്ചത് ട്രംപ് എന്ന് പറഞ്ഞു. പക്ഷെ നരേന്ദ്രമോദി പറഞ്ഞു, ഒരക്ഷരം ഇനി ഇന്ത്യയെക്കുറിച്ച് മിണ്ടിയാൽ പിന്നെ ബാക്കിയുള്ളത് കാണാമെന്ന് 30 മിനിറ്റ് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അതോടുകൂടി ട്രംപ് പൊളിഞ്ഞ് പാളിസായി എന്നുള്ളതാണ്. അപ്പോ എല്ലാ രീതിയിലും നൊബേൽ സമ്മാനമൊന്നും ഇയാൾക്ക് ഇനി ജമ്മത്ത് കിട്ടാനും പോകുന്നില്ല. അപ്പൊ എല്ലാ രീതിയിലും ട്രംപിന് പണി കൊടുക്കാൻ അമേരിക്കയിലുള്ള ഇന്ത്യക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ട്രംപിന് കിട്ടാൻ പോകുന്നത് 8ന്റെ പണിയായിരിക്കും എന്നുള്ളത് ഒരു സംശയം വേണ്ട. ഭീകരവാദത്തെ വളർത്തുന്ന പാകിസ്ഥാനെയും അതുപോലെ തന്നെ ഭീകരതയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിനെയും ഒത്തു നിർത്തിയാൽ അമേരിക്ക പിന്നെ ഭൂപടത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യവും സംശയിക്കേണ്ടിയിരിക്കുന്നു.